ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്തൊക്കെയാണ്, സുഖമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ട്രഡീഷണൽ ലുക്കിലേക്ക് പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു മേക്കപ്പ് റിലേറ്റഡ് വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ എന്താ പറയുക ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇങ്ങനത്തെ എൻ്റെ പോലെ ഈ ഒരു കേളി അല്ലെങ്കിൽ ഈ ഒരു ഫ്രിസി ഹെയർ, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹെയർ ഉള്ള ആൾക്കാർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ സ്ട്രൈറ്റ് ആയിട്ട് ഹെയർ ഉള്ള ആൾക്കാർ, അങ്ങനത്തെ ഹെയർ ഉള്ള ആൾക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള പല ഹെയർ സ്റ്റൈലും നമുക്ക് ചേരാറില്ലല്ലോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചേരുന്ന എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റില്ല സിമ്പിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേറ്റ് എന്നെയും ഈ ഒരു ചാനലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ്, നമ്മുടെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ട്രഡീഷണൽ ലുക്ക് ആയതുകൊണ്ട് തന്നെ സാരിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി എന്തായാലും ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേറ്റ് നമ്മുടെ ഹെയർ ഒക്കെ നല്ല രീതിക്ക് കോംബ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ജഡൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിക്ക് തന്നെ കോംബ് ചെയ്തിട്ടുണ്ടാവണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ സ്റ്റൈൽ കെട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഭംഗിയില്ലാണ്ട് നിൽക്കുക അല്ലെങ്കിൽ പൊന്തി നിൽക്കുക, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഹെയർ സ്റ്റൈൽ റിമൂവ് ചെയ്യണ സമയത്ത് ആകെ എല്ലാം കൂടിയിട്ട് ആകെ കെട്ടിപിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ കോംബ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നമ്മളുടെ ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സെൻട്രലായിട്ട് എടുക്കില്ലേ, ഇങ്ങനെ കുറച്ച് നെറുവായിട്ട് എടുക്കുക. എന്നിട്ട് ആ ഒരു രണ്ട് സൈഡിലെയും കുറച്ച് ഹെയർ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ക്രാബ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ബോറായിട്ട് തോന്നി, അതാണ് കേട്ടോ ചിരിച്ചത്. എന്നിട്ട് നമ്മളുടെ ബാക്ക് വശത്തായിട്ട് ഇതേപോലെ ഇങ്ങനെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ, കാരണം ഇങ്ങനെയൊക്കെ എന്നല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. എനിക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ഹെയറിൻ്റെ ആ കെട്ടണ രീതിയും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. എന്തായാലും എനിക്ക് എന്താ പറയുക, പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഹെയർ എടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചീപ്പായിട്ട് ഇങ്ങനെ ചീക്കി കൊടുക്കുക, ബാക്ക് വശത്ത് ഇങ്ങനെ ചീക്കി കൊടുക്കുക. ആ സമയത്ത് നമുക്ക് ഒന്നും കൂടി പഫായിട്ട്, നല്ല പഫല്ല എന്നാലും ഒന്ന് പൊങ്ങിയിട്ട്, നല്ല ഒപ്പി കെടുക്കാതെ ഒന്ന് പൊങ്ങിയിട്ട് നല്ല വൃത്തിയിൽ കെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ ഇതേപോലെ ചീപ്പ് വെച്ചിട്ട് ബാക്ക് വശത്ത് ഇങ്ങനെ കോംബ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാനിത് കോംബ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് കണ്ടോ, ഇപ്പോൾ ഒരു ചെറിയൊരു പഫ് രീതിയിൽ വന്നിട്ടില്ലേ. നല്ല പഫ് വേണ്ട, നമുക്ക് കുഞ്ഞൊരു നല്ല ഒപ്പി എടുക്കാണ്ട് ഒരു ജസ്റ്റ് ഒന്ന് വൃത്തിയിൽ നിൽക്കണം, ആ ഒരു രീതിയിലേക്ക് വരണം. അപ്പോൾ അങ്ങനെ വരുന്ന രീതിയിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ സ്ലൈഡ് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ രണ്ട് സൈഡായിട്ട് എടുത്തിട്ടില്ലേ, അവിടെ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ രണ്ട് ലെയറായിട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മെടഞ്ഞ് നല്ല മെടയല്ല, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി വരുന്ന ഹെയർ സ്റ്റൈലിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് സൈഡും ഞാൻ അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് രണ്ട് ലെയർ എടുത്തിട്ട് അടുത്ത ലെയർ ട്വിസ്റ്റ് ചെയ്യുക, പിന്നെ അടുത്ത വീണ്ടും ലെയർ എടുത്തിട്ട് വീണ്ടും ട്വിസ്റ്റ് ചെയ്യുക, അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ ക്രാബ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ ക്രാബ് ചെയ്ത് വെക്കുന്നുണ്ട്, ബാക്കിലായിട്ട് ക്രാബ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുണ്ടാവില്ലേ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള, എന്നാൽ വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. നമ്മുടെ ട്രഡീഷണൽ ലുക്കിലേക്ക് ഇതിപ്പോൾ സാരി ആണെന്നുണ്ടെങ്കിലും, നമുക്ക് സ്കേർട്ടും ടോപ്പും ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയുക നമ്മളുടെ ചുരിദാറാണെന്നുണ്ടെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലവർക്ക് ഇഷ്ടമാവില്ല, ചിലവർക്ക് ഇഷ്ടമാവും. അപ്പോൾ എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. മനുഷ്യരെല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ചോദിച്ചപ്പോൾ ആദ്യം തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഈ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ കാരണം ഇത് ഞാൻ ഇട്ടിട്ട് പല സ്ഥലത്തേക്കും പോയിട്ടുള്ളതൊക്കെ എനിക്ക് നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. എങ്ങനെയത് കിട്ടുക, നല്ല രസമായിട്ടല്ലോ, അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് കേട്ടിട്ടുള്ളത് കേട്ടോ കൂടുതലായിട്ടും. അത് കാരണം തന്നെ അതിന് ഞാൻ ഒരു ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം കേട്ടോ. നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കുറച്ച് സൈഡല്ല സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ കുറച്ച് ഭാഗം മാത്രം എടുക്കുക. എന്നിട്ട് ഇങ്ങനെ മെടഞ്ഞു കൊണ്ടിരില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ.
ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്, എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും കൂടിയാണ് കേട്ടോ. ഇങ്ങനെ ഫസ്റ്റ് ലെയർ ഒരു ഭാഗത്ത് നിന്ന് ഒരു ലെയർ എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരിക, പിന്നെ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വീണ്ടും ഒരു ലെയർ എടുത്തിട്ട് വീണ്ടും കൊണ്ടുവരിക. അങ്ങനെ അങ്ങനെ നമുക്കിങ്ങനെ മെടഞ്ഞെടുക്കില്ലേ, കണ്ടോ, ഒരു ലെയർ എടുക്കുക, എന്നിട്ട് നമ്മൾക്കിങ്ങനെ മെടയുക. അങ്ങനെ മെടഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ കൂടുതൽ എനിക്കിങ്ങനെ പറഞ്ഞുതരാൻ പറ്റണില്ല, അറിയണില്ല കേട്ടോ, അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മെടഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മെടയുന്നതിൻ്റെ വീഡിയോ അറിയില്ല, അല്ലെങ്കിൽ മെടയുന്നത് എങ്ങനെയെന്ന് അറിയണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ഹെയർ സ്റ്റൈലായിരിക്കും ഇങ്ങനത്തെ ഉള്ളൊരു മെടച്ചൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ പറയും, ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അല്ലാണ്ട് എനിക്ക് ഈ ഒരു വീഡിയോയിൽ എനിക്കിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എന്നെ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ, അത് കാരണം കൊണ്ടാണ്. അങ്ങനെ ഞാൻ അത് ഫുള്ളായിട്ട് ഇങ്ങനെ ആ ഭാഗം മെടഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ മെടഞ്ഞെടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ 3 ലെയർ എടുക്കുക, എന്നിട്ട് മെടഞ്ഞെടുക്കുക, എന്നിട്ട് അടുത്ത ഭാഗത്തു നിന്ന് കുറച്ച് ലെയർ വീണ്ടും എടുക്കുക, എന്നിട്ട് മെടയുക, വീണ്ടും കുറച്ചെടുക്കുക, മെടയുക, അങ്ങനെ മെടഞ്ഞ് എടുത്ത് കൊണ്ടുവരണം കേട്ടോ. എന്നിട്ട് അത് രണ്ടും കൂടിയിട്ട് നമ്മൾ ബാക്കിലേക്കായിട്ട് ഒരു ബൺ ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതൊരു ചെറിയ ബൺ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ബൺ ചെയ്ത് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ഇത്. ഏത് ഹെയർ ഉള്ളവർക്കും ചേരുന്നൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് എല്ലാ ഡ്രസ്സിലേക്കും, നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഡ്രസ്സിലേക്കും ചേരുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ വരിക, അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ എങ്ങനെയും പോകാനായിട്ട് ടൈമില്ല, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂട്ടായിട്ട് ഒരുങ്ങും വേണം, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഇനി അടുത്തൊരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്, എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഇങ്ങനെ സൈഡ് ഭാഗം ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു സൈഡിലെ ഹെയർ ഇതേപോലെ ഒന്ന് എടുക്കുക, ഒരുപാടൊന്നും എടുക്കണ്ട, കുറച്ച് ഹെയർ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ കോംബ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ അത്രയ്ക്ക് അങ്ങോട്ട് അമർന്ന് കിടക്കില്ല, ഒന്നുകൂടി വൃത്തിയായിട്ടുണ്ടാവും. അങ്ങനെ അമർന്ന് കിടക്കുന്ന സമയത്ത് അത് നമ്മളുടെ ഹെയർ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയിട്ടില്ല നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യണ സമയത്ത്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ പൊങ്ങി നിൽക്കും, അപ്പോൾ ഒന്നുകൂടി ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ആക്കിയിട്ട് ഹെയർ എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ പിരിച്ചു കൊടുക്കുക. തുമ്പത്ത് ഒരു 2 പിരി അല്ലെങ്കിൽ ഒരു പിരിക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് പിരിച്ചു കൊടുക്കുക, അപ്പോൾ ഒന്നും കൂടി വൃത്തിയിൽ നിൽക്കും. എന്നിട്ട് നമുക്കവിടെ ക്രാബ് ചെയ്ത് വെക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഹെയർ എടുക്കുക, എന്നിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ക്രാബ് ചെയ്ത് വെക്കുക കേട്ടോ. നല്ല എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ നല്ല വൃത്തിയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ കെടുക്കും കേട്ടോ. അപ്പോൾ കോംബ് ചെയ്യാത്ത ആ ഒരു ഭാഗം, കോംബ് ചെയ്തിട്ടുള്ളൊരു ഭാഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിഫറൻസ് നോക്കി നോക്കൂട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും, നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇതേപോലെ ജസ്റ്റ് കോംബ് ചെയ്തിട്ട് നമ്മൾ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്, ഒരു റിസ്ക്കും ഇല്ല, പക്ഷെ നമ്മളുടെ ഫേസിലേക്ക് നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. നമുക്ക് ട്രഡീഷണൽ ലുക്കിലേക്കൊക്കെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ പറയുക, 1 മിനിറ്റ് മതി ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്, നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഭയങ്കര സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള എല്ലാതും ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 ലെയറായിട്ട് എടുക്കുക, എന്നിട്ടിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ 2 ലെയർ എടുത്തിട്ട് നമ്മൾ ഓരോ ലെയറായിട്ട് എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സൈഡ് ഫുള്ളായിട്ട് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു സൈഡും ഇതേപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഒരു ലെയർ എടുക്കുക, എന്നിട്ട് അതിൽ കൂടെ തന്നെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക, അടുത്ത ലെയർ എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക, അങ്ങനെ പിരിച്ച് കൊണ്ടുവരിക. എന്നിട്ട് ഞാൻ അവിടെ ക്രാബ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബേബി ഹെയർസൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് എന്താ പറയുക, എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും അറിയുന്ന ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാവും. പക്ഷേ ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ട്രഡീഷണൽ ലുക്കിലേക്ക് നല്ല എന്താ പറയുക, ഇന്നും ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കാണാൻ വേണ്ടിയിട്ട്, ഇതിപ്പോൾ നമ്മൾ ഫോട്ടോയ്ക്ക് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വലിയ റിസ്ക് ഉള്ള ഹെയർ സ്റ്റൈലൊന്നുമല്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്യൂട്ടായിട്ട് ഒരുങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക, സിമ്പിൾ
ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കെട്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഫ്രണ്ടിലേക്കായിട്ട് ഹെയർ എടുക്കുക. എന്നിട്ട് നമ്മൾ 4 മെടച്ചൽ എന്ന് പറയില്ലേ, അതേപോലെ കുറച്ച് ലെയർ ഓപ്പോസിറ്റ് എടുക്കുക, ഇങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് എടുക്കുക, ഇങ്ങോട്ട് എടുക്കുക. അങ്ങനെ നമുക്ക് മെടഞ്ഞെടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഇങ്ങനെ മെടഞ്ഞെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, 4 മെടച്ചൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ അത് അങ്ങനെയായിട്ട് ഫുള്ളായിട്ട് മെടഞ്ഞെടുക്കുക കേട്ടോ. നമ്മൾ ചെറിയ ലെയറായിട്ട് ഇങ്ങനെ മെടഞ്ഞ് കൊണ്ടുവരുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ടുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടും കുറച്ച് മടിയും കൂടി ഉള്ള കാരണം വലിയ ലെയറായിട്ട് ഇങ്ങനെ എടുത്ത് മെടയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ മെടയുന്ന സമയത്ത് കുഞ്ഞു ലെയറായിട്ട് മെടയുക കേട്ടോ. അപ്പോൾ ഒരു ഭംഗി തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മൾ വലിയ ലെയറായിട്ട് എടുക്കുന്ന സമയത്തും വേറൊരു ഭംഗിയാണ് കേട്ടോ. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടം വെച്ചാൽ അതേപോലെ നോക്കുക. അങ്ങനെ കുഞ്ഞു ലെയറായിട്ട് എടുത്തിട്ട് മെടഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ തുമ്പത്തൊരു ജസ്റ്റ് ഒരു ബണ്ണ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള, എന്നാൽ കാണാൻ ഭയങ്കര എലഗൻറ്റ് ലുക്കായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ മേക്കപ്പൊക്കെ ചെയ്തിട്ട് നല്ല ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു ഹെയർ സ്റ്റൈലിനാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മളുടെ ഏത് സാരി ആണെന്നുണ്ടെങ്കിലും ചുരിദാറാണെന്നുണ്ടെങ്കിലും ഏത് ടൈപ്പ് നമ്മൾ ട്രഡീഷണൽ ലുക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഹെയർ സ്റ്റൈൽ അടിപൊളിയായിരിക്കും. ട്രഡീഷണൽ മാത്രമല്ല, നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുള്ള ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മോഡേൺ ലുക്കിലേക്കും ഇത് സ്യൂട്ട് ആവും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടുവായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ള എല്ലാ ഹെയർ സ്റ്റൈലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാരിയിലേക്ക് മാത്രമല്ല, ട്രഡീഷണൽ ആയിട്ടുള്ള ഏത് ലുക്കിലേക്കും സ്യൂട്ട് ആവുന്ന സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ആണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് ഇനി ഞാൻ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.